ദൈവം ഒരുക്കിയ വഴി മനുഷ്യർക്ക് തടയാനാവില്ല. ജോസഫിന്റെ ജീവിതം ആസ്പദമാക്കി രചിക്കപ്പെട്ട ബൈബിൾ നാടകം സെയിന്റ് തോമസ് സീറോ മലബാർ കമ്മ്യൂണിറ്റി മാൾട്ട presents Safanat Fanaya. Welcome all to the great. അവനോട് എത്തിയെന്ന് അമ്മയുടെ അടുത്ത് എത്തിയെന്ന് ദൈവത്തിന്റെ പദ്ധതികളിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ ഉയർത്തപ്പെടും എന്നുദ്ഘോഷിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ഐതിഹാസികമായ വിജയഗാഥ മലയാളം കാത്തലിക് കമ്മ്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ സവിനയം കാഴ്ചവെക്കുന്നു.
ഭവനമായ ആവാരിസ് കിരീട നഗരത്തിന്റെ അടിമക്കമ്പോളത്തിലേക്ക് ഈജിപ്തിലെ ഏറ്റവും ആദരണീയനായ പൊത്തിഫർ യജമാനെയും അദ്ദേഹത്തിന്റെ കാര്യസ്ഥരെയും സ്വാഗതം ചെയ്യുന്നു. ഇവനോ? വളരെ നല്ല തീരുമാനം യജമാനൻ. ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല അടിമയാണ് ഇവൻ. നോക്കൂ, ഇവന്റെ വിരിഞ്ഞ നെഞ്ചും ഉരുക്കുപോലുള്ള കൈകളും ഇളവും പല്ലുകളാണ് പ്രഭു. ഇവൻ ആരോഗ്യവാനാണ്, പക്ഷേ കഠിനമായ ജോലികൾ ചെയ്തിട്ടുള്ളവനാണെന്ന് തോന്നുന്നില്ല. ഇവനെ പരിശീലിപ്പിക്കാം പ്രഭു. ഇവൻ വളരെയധികം അനുസരണശീലനും അങ്ങേയറ്റം വിധേയനുമാണ്. എല്ലാറ്റിനും ഉപരി പ്രാർത്ഥിക്കാനല്ലാതെ ഇവൻ വാ തുറക്കില്ല. ഓഹോ, ഇയാൾ പറയുന്നതൊക്കെ ശരിയാണോ? ചോദിച്ചത് കേട്ടില്ല. നീ ഏതൊക്കെ ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്? ഒരേ ഒരു ദൈവത്തെ മാത്രം. ഒരു ദൈവത്തെ മാത്രം? കൊള്ളാം. വളരെ ദരിദ്രനായ ദൈവമായിരിക്കും നിന്റേതല്ലേ? എന്റെ ഏക ദൈവം എല്ലാ ആവശ്യങ്ങളും എനിക്ക് നടത്തി തരുന്നുണ്ട് പ്രഭു. അവൻ പക്ഷേ നിനക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇവന്റെ പ്രാർത്ഥന ഒഴിച്ചാൽ ഇവൻ വളരെ കഠിനാധ്വാനിയാണ് പ്രഭു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അവനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഭക്തിയും മാറും, അവന്റെ ദൈവം ഈ നഗരം വിട്ട് ഓടുകയും ചെയ്യും. നമ്മുടെ അടിമക്കൊട്ടയിൽ ഇന്നു മുതൽ ഇവനും ഒരിടം തയ്യാറാക്കിക്കൊള്ളൂ. നടക്ക്. എന്താണ് നായ്ക്കളെ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങളെ ഞാൻ എന്ത് ജോലിയാണ് ഏൽപ്പിച്ചിട്ട് പോയത്? പറഞ്ഞു നോക്കുന്ന പണിയാണ് യജമാനെ. പിന്നെന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? പണിയെടുക്കാത്ത ഒറ്റ ഒരുത്തിനെയും ഞാനിവിടെ വെച്ചു പൊറപ്പിക്കില്ല. എന്റെ മുമ്പിൽ കള്ളത്തരം കാണിച്ചാലുണ്ടല്ലോ, അടിച്ചു പുറം പൊളിക്കും ഞാൻ. ഇവന്റെ കയ്യിലെ കെട്ടഴിക്ക്. ഞാൻ ഹെബ്രോൻ, ഫറവോയുടെ കാവൽപ്പട നായകനായ പൊത്തിഫറിന്റെ കാര്യസ്ഥൻ. ഈ ഭവനത്തിൽ അടിമയായി ജോലി തുടങ്ങും മുമ്പ് അറിവിലേക്കായി ചില കാര്യങ്ങൾ പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക, അതനുസരിച്ചു മാത്രം ജീവിക്കുക. അതിനെതിരായി പ്രവർത്തിച്ചാൽ നിന്റെ ഇവിടുത്തെ ജീവിതം നരകതുല്യമായിരിക്കും. അടിമത്തം നിനക്ക് ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം നിന്നെ എന്റെ യജമാനൻ 50 വെള്ളി നാണയങ്ങൾ വില കൊടുത്തു വാങ്ങിയതാണ്. ഭക്ഷണവും ഉറങ്ങാൻ കിട്ടുന്ന സമയവും എന്റെ യജമാനന്റെ ഔദാര്യം മാത്രം. മനസ്സിലായോ? എന്നും പുലർച്ചെ 7:30 വെളുപ്പിന് എഴുന്നേൽക്കണം. പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ
ഏൽപ്പിച്ച ജോലികളിൽ വ്യാപൃതനാക്കുക. കൂടുതൽ ജോലി കുറച്ചു സമയം കൊണ്ട്, അതാണ് ഇവിടുത്തെ ഒരു രീതി. ഒരു പ്രധാന കാര്യം, എന്നും ജോലി ആരംഭിക്കുന്നതിന് മുമ്പും അവസാനിച്ചുറങ്ങാൻ പോകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്ന് ചൊല്ലേണ്ട ആ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ ഏറ്റുചൊല്ലുക. ശക്തരിൽ ശക്തനായ, ശക്തരിൽ ശക്തനായ, രാജാതിരാജനായ, രാജാതിരാജനായ ഫറവോയുടെ ദൈവമേ, ഫറവോയുടെ ദൈവമേ, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരണമേ. ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരണമേ. ചൊല്ലിത്തന്നത് കേട്ടില്ലേ? ഉറക്കെ ചൊല്ലാൻ. യജമാനൻ ക്ഷമിക്കണം, എനിക്ക് സാധിക്കില്ല. കാരണം അടിമ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയുന്ന ഏത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ദൈവത്തെ ഞാൻ ആരാധിക്കില്ല. എന്താ അതിന് കാരണം? എനിക്ക് എന്റേതായ വിശ്വാസമുണ്ട്. അതെനിക്ക് പ്രാണവായു പോലെയാണ്. പറ, എന്താ നിന്റെ വിശ്വാസം? ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും എളിയവനായി ഞാനും എന്റെ പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതാണ് എന്റെ വിശ്വാസം. ഞാനും ഇവരും ഈ വീടിന്റെ നാഥനായ ചക്രവർത്തി ഫറവോയും ഈ മഹാരാജ്യവുമെല്ലാം നിന്റെ പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയാണോ? ആണോടാ? അങ്ങനെയാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം സത്യവുമാണ്. ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാവ് ഞാൻ പിടിച്ചത്. ഇന്നു മുതൽ ഞാൻ പറയുന്നതാണ് നിന്റെ വിശ്വാസം. ഫറവോയുടെ ദൈവമാണ് നിന്റെ ദൈവം. പറയടാ, ഫറവോയുടെ ദൈവമാണ് എന്റെ ദൈവമെന്ന് പറയാൻ. ഇല്ല, ഞാൻ പറയില്ല. എന്റെ പിതാവിന്റെ ദൈവത്തെ ഇല്ലാതെ മറ്റൊരു ദൈവത്തെയും ഞാൻ ആരാധിക്കില്ല. എടാ, ഹെബലോൺ! എന്താ ഇവിടെ? യജമാനന്റെ അടിമച്ചന്തയിൽ നിന്നും വാങ്ങിയ പുതിയ അടിമയാണിവൻ. അവന്റെ മുഖമൊന്ന് ഉയർത്തു, ഞാനൊന്ന് കാണട്ടെ. എന്താ നിന്റെ പേര്? ജോസഫ്. എന്താ ഇവന്റെ പ്രശ്നം? ഇവൻ ഫറവോയുടെ ദൈവത്തെ ആരാധിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്ത്? ഇവന്റെ വിശ്വാസം ഇവന്റെ പിതാവിന്റെ ദൈവത്തിലാണത്രേ. അടിമയ്ക്ക് മാതൃണീയനായ പിതാവ്, ആ പിതാവിന് സ്വന്തമായിട്ടൊരു ദൈവം. ആരാണ് നിന്റെ പിതാവ്? ബർഷാബായിൽ വസിക്കുന്ന ഇസ്ഹാക്കിന്റെ പുത്രൻ യാക്കോബാണ് എന്റെ പിതാവ്. അടിമച്ചന്തയിൽ ലേലം ചെയ്ത് വിൽക്കപ്പെട്ടവനാണ് നീ. അടിമയ്ക്ക് പിതാവില്ല, മാതാവില്ല, സഹോദരന്മാരില്ല, ബന്ധുക്കളില്ല. പണം കൊടുത്ത് നിന്നെ സ്വന്തമാക്കിയ ഞങ്ങൾക്കാണ് നിന്റെ മേലധികാരം. നിന്റെ ചിന്തയും വിശ്വാസങ്ങളും ശ്വാസനിശ്വാസങ്ങൾ പോലും വില കൊടുത്ത് വാങ്ങിയവരാണ് ഞങ്ങൾ. അളവിൽ കൂടുതൽ ഒരു ശ്വാസം നീ വലിച്ചെടുത്താൽ നീ വിവരമറിയും. ഞാൻ പറഞ്ഞാൽ ഇവൻ നമ്മുടെ ദൈവത്തെ വണങ്ങും. ഞാൻ ചൊല്ലിത്തരുന്നത് നീ ഏറ്റുചൊല്ലും. ശക്തരിൽ ശക്തനായ, രാജാതിരാജനായ ഫറവോയുടെ ദൈവമേ, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരണമേ. ചൊല്ലിത്തന്നത് കേട്ടില്ലേ? എന്താ നിന്റെ നാമറിപ്പോയോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിതാവിന്റെ ദൈവത്തെ ഇല്ലാതെ മറ്റൊരു ദൈവത്തെയും ഞാൻ ആരാധിക്കില്ല. നിന്റെ യജമാനതിയാണ് ഞാൻ. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ക്ഷമിക്കണം നമ്പുരാട്ടി, ഇതനുസരിക്കാൻ എനിക്ക് സാധ്യമല്ല. എടാ, തല്ലി തോൽ പൊളിക്ക് ഈ ധിക്കാരിയുടെ. എന്റെ കൽപ്പന അനുസരിക്കാത്ത ഒരടിമയും ഇനി ഈ കൊട്ടാരത്തിൽ ജീവിക്കണ്ട. പ്രാർത്ഥനയ്ക്ക് പകരം ഇവന്റെ തൊണ്ട കീറിയുള്ള നിലവിളി ഫറവോ